ഹലോ കൂട്ടുകാരെ, കാലാവസ്ഥ വ്യതിയാനം എന്നത് ഈ കാലഘട്ടത്തിന്റെ വലിയ പ്രതിസന്ധിയാണ്. ഒരു കൊറോണ വൈറസ് വന്ന സമയത്ത് നമ്മുടെ ലോകം മൊത്തം സ്റ്റക്കായി പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ? ലോകത്തിലെ എല്ലാ വ്യവസ്ഥകളും എല്ലാ ട്രേഡുകളും എല്ലാം സ്റ്റക്കായി പോയി. ഒരു 2 വർഷക്കാലം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും വലിയ പ്രതിസന്ധികളുണ്ടായി. ഈ സമയത്ത് നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പക്ഷെ ഈ കൊറോണയേക്കാൾ വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്ന കാലത്തേക്ക് നമ്മൾ കാത്തിരിക്കുന്നത്. അത് കാലാവസ്ഥ വ്യതിയാനം എന്ന വലിയൊരു പ്രശ്നമാണ്. ഇറ്റ്സ് നോട്ട് എ ഫ്യൂച്ചറിസ്റ്റിക് തിങ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ പേരല്ല കാലാവസ്ഥ വ്യതിയാനം, മറിച്ച് അറ്റ് പ്രസന്റ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയുടെ പേരാണ് കാലാവസ്ഥ വ്യതിയാനം. നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയ വേർഡാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്ലോബൽ വാർമിംഗും, ആഗോളതാപനം എന്നൊക്കെ പറയുന്നത് അല്ലെ? ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായ ഏറ്റവും വലിയ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2. ഈ CO2വിന്റെ എമിഷനിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ വന്ന വലിയൊരു മാറ്റമാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തോത് കൂട്ടിയത്. നമുക്ക് കാണാം, ഇവിടെ ഈ കാണുന്ന ഗ്രാഫിൽ 1950 ശേഷം വന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ഏകദേശം ഈ ഒരു ഗ്ലോബൽ എമിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ പെട്ടെന്ന് കുതിച്ചതായി കാണാൻ പറ്റും കേട്ടോ. 1750 1980 എടുക്കുകയാണെങ്കിൽ 1990-കൾക്ക് ശേഷം 1950 ശേഷം പെട്ടെന്നൊരു ഹൈക്ക് ഉണ്ടായി. ഈ ഹൈക്കിന്റെ പ്രധാനപ്പെട്ട കാരണം ആ ഒരു സമയത്താണ് ലോകത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം സംഭവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഫാക്ടറികൾ ഉണ്ടായി. ആ ഫാക്ടറികൾ പുറത്തേക്ക് തള്ളപ്പെടുന്ന ഫോസിൽ ഫ്യൂവലിന്റെ എമൗണ്ട് വലിയ മാറ്റം ഉണ്ടായി. നമുക്കിവിടെ കാണാൻ പറ്റും. പല ലോകരാജ്യങ്ങളും അവരുടെ ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ടായി എന്ന് കാണാൻ പറ്റും. ഈ 2022 ആകുമ്പോഴേക്കും വലിയൊരു കുതിപ്പ് തന്നെ ഫോസിൽ ഫ്യൂവലിന്റെ കാര്യത്തിൽ ഉണ്ടായി. അത്തരത്തിലുണ്ടായ വലിയ കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ടിലെ വലിയ മാറ്റം കാരണമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൽ കാരണം ഭൂമിയിൽ ചൂട് കൂടിയത്. അത് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിച്ചത്. ഇത് വലിയൊരു ഭീകരമായ, വളരെയധികം ഭീതി വിതയ്ക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൽ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസ് റേസ് ആണ് ടോട്ടലായിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം ഉണ്ടായത്. അതായത് ഒരു 1300 വർഷം കൊണ്ട് ആകെ ലോകത്തിന്റെ കാലാവസ്ഥയിൽ ടെമ്പറേച്ചർ ഉണ്ടായ മാറ്റം ഒരു 1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ വെറും 10 വർഷം കൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഇനി കൂടിക്കൂടി വരികയാണെങ്കിൽ മാക്സിമം ഒരു 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കാലാവസ്ഥയിൽ ഒരു അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ ചൂട് കൂട്ടിയാൽ അതിനപ്പുറം നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കൺട്രോളിന് അപ്പുറമായിട്ട് പോകും. ഇപ്പോൾ കൊറോണ വൈറസ് വന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് പല മെഡിസിൻസും വാക്സിനും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ നിലവിൽ ട്രീറ്റ് ചെയ്യാൻ ശാസ്ത്രത്തിന് ഒരു വഴികളും ഇല്ല. അത്രയും ഭീകരമായ ത്രെറ്റാണ് ക്ലൈമറ്റ് ചേഞ്ച് വരുത്താൻ പോകുന്നത്. ഇതിന്റെ ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ പ്രസന്റ്ലി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം മാത്രം എടുത്ത് നോക്കാം. കഴിഞ്ഞ കുറച്ച് 2 വർഷങ്ങളായിട്ട് കേരളം നിരന്തരമായി കൊണ്ട് പ്രളയത്തിന്റെ ഒരു ഭീഷണിയിലാണ് അല്ലെ? കേരളത്തിലുണ്ടായ പ്രളയങ്ങൾ പല ആളുകളെയും വീടില്ലാത്തവരാക്കി മാറ്റി, പലരുടെയും സ്ഥലം നഷ്ടപ്പെട്ടു, ഒരുപാട് പേര് മരണമടഞ്ഞു. ഇത്തരത്തിൽ കേരളത്തെ വലിയൊരു ഭീകരമായ സാഹചര്യത്തിലേക്ക് തള്ളി നീക്കിയ ഒരു പ്രളയം കഴിഞ്ഞുപോയി. ഇത് കഴിഞ്ഞ വർഷമായിട്ട് ഈ കൊറോണക്കിടയിലും നോർത്തേൺ സംസ്ഥാനങ്ങളിലൊക്കെ വീണ്ടും പ്രളയങ്ങൾ ഉണ്ടായി. ഇന്തോനേഷ്യ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. പല കടൽ പ്രദേശങ്ങളും വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഐസ് ഗ്ലേഷ്യേഴ്സ്, അന്റാർട്ടിക്ക പോലെയുള്ള മഞ്ഞു മാത്രം നിറഞ്ഞു നിൽക്കുന്ന പല മലകളും ഉരുകിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള പുഴകളുടെ തുടക്കം ഹിമാലയൻ മഞ്ഞുമലകളിൽ നിന്നാണ്. ആ മഞ്ഞുമലകളിലെ മഞ്ഞ് ഉരുകി പതുക്കെ അത് വെള്ളത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തില് വലിയ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം, നമ്മുടെ ഈ ലോകം ഇന്ന് അനുഭവിച്ചു. അമേരിക്കയിലെ മിയാമി പോലുള്ള സ്ഥലം, ഒസാക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ പതുക്കെ കടലിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ മഞ്ഞുരുകുമ്പോൾ കടലിലെ വെള്ളത്തിന്റെ എമൗണ്ട് കൂടുമ്പോൾ, വോളിയം കൂടുമ്പോൾ, വ്യാപ്തി കൂടുമ്പോൾ പതുക്കെ കടലോര പ്രദേശങ്ങളിൽ ഭൂമി കടലിലേക്ക് താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്, സമുദ്രത്തിലേക്ക് താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ അടുത്ത ദ്വീപായ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപൊക്കെ പതുക്കെ വെള്ളത്തിലേക്ക് പോകുന്ന സാഹചര്യം ആലോചിച്ച് നോക്കും. അത്രയും ഭീകരമായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വളരെ പ്രസന്റ് ആയിട്ട് ലൈവായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ആരും അതിന്റെ ഗൗരവം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2016 പാരീസ് ഒരു കൺവെൻഷൻ നടന്നു. പാരീസ് കൺവെൻഷൻ അറിയപ്പെടുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള കൺവെൻഷനാണ്. ആ പാരീസ് ക്ലൈമറ്റ് ഉച്ചകോടിയിൽ ഒരുപാട് തീരുമാനങ്ങൾ ലോകരാജ്യങ്ങൾ സ്വീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ ലോകരാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ആ അഭിപ്രായം ആദ്യം ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചു. അങ്ങനെ ലോകത്തിലെ വലിയ രാജ്യങ്ങളൊക്കെ ചെറിയ രാജ്യങ്ങളോട്, അതായത് വികസിത രാജ്യങ്ങളോട് പറഞ്ഞു ഈ ഒരു പ്രക്രിയയിലേക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങണം. പക്ഷെ അമേരിക്ക പോലെ പല രാജ്യങ്ങളും അന്ന് അത് പിൻവലിഞ്ഞു. ഏറ്റവും ഒടുവിൽ 2016
ഈ ഒരു കൺവെൻഷനോട് കൂടി അവരെല്ലാവരും തീരുമാനിച്ചു, ലോകരാജ്യങ്ങൾ തീരുമാനിച്ചു ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിൽ കുറവ് വരുത്താന്നുള്ളത്. പക്ഷെ അത് ഇന്ന് 2022 എത്തി നിൽക്കുമ്പോഴും യാതൊരു മാറ്റവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള വൻകിട വ്യവസായ രാജ്യം ഇന്ന് ഈ ഒരു പാരീസ് കൺവെൻഷന്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് മാറിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് പാരീസ് കൺവെൻഷൻ ഡിസിഷൻ പിൻവാങ്ങിയിരിക്കുന്നു. ചൈന പോലെയുള്ള രാജ്യങ്ങൾ, റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ ഈ ഒരു തീരുമാനത്തെ മുഖവിലക്കെടുക്കുന്നേ ഇല്ല. തുർക്കി പോലെ, പോളണ്ട് പോലെ രാജ്യങ്ങൾ കോൾ പ്രൊഡക്ഷനിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് കൂടുതൽ കോൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ പല ലോക രാജ്യങ്ങളും ഈ ഒരു പാരീസ് കൺവെൻഷൻ തീരുമാനത്തിൽ പിന്നോട്ട് മാറിയപ്പോൾ അത് വലിയൊരു ത്രെറ്റ് ഉണ്ടാക്കി മാറ്റി എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു പേരാണ് ഗ്രെറ്റ തുൻബെർഗ് എന്നത്. ആ കുട്ടി തന്റെ മാനസികാവസ്ഥയെ പിടിച്ചുലക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാലാവസ്ഥ വ്യതിയാനമാണെന്ന് പറയുമ്പോൾ ആ കുട്ടി കാലാവസ്ഥ വ്യതിയാനം ബന്ധപ്പെട്ട് മുന്നോട്ട് ഇറങ്ങി വന്ന സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. ആ പോയിന്റ് ഔട്ട് ചെയ്തപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പറയത്രേ ഉള്ളൂ: യു പീപ്പിൾ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് അവർ ഫ്യൂച്ചർ. ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ആദ്യം ചിന്തിക്കുന്നേ ഇല്ല. കാരണം ഇനി വരാൻ പോകുന്ന തലമുറ 2100 ആവുമ്പോഴേക്കും അവർക്കാർക്കും ഭൂമിയിൽ വസിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള വലിയൊരു വിപത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ഏതോ ശാസ്ത്രജ്ഞന്മാർ പറയാനുള്ള ഒരു കെട്ടുകഥ മാത്രമായിട്ട് നമുക്ക് തോന്നാറുണ്ടാവും അല്ലെ? ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു ആലോചിച്ചു നോക്കൂ. നമ്മൾ വളരെ സേഫ് ആയ ഒരു കാലാവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. നമുക്കറിയാം, വേനലവധി നമുക്ക് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ഏപ്രിൽ മെയ് ആണ് അല്ലെ? അസഹ്യമായ ചൂടുള്ള സമയത്ത് നമുക്ക് വേനലവധിയാണ്. അതാണ് വേനലവധികൾ പേരുന്നതിന് കാരണം. പക്ഷെ ഇന്ന് ആ വേനൽ ഏപ്രിൽ മെയ്യിൽ വരുന്ന അതേ ചൂട് ജാനുവരിയിലും അനുഭവിക്കുന്നുണ്ട്. ജാനുവരിയിൽ ഉച്ചകളിൽ ഭയങ്കര ചൂടാണ്. ഡിസംബർ എന്ന മാസം തണുപ്പുള്ള മാസമാണ്. ആ സമയത്താണ് മഴ പെയ്തത്. ഡിസംബറിലെ മഴയെ കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിലെ മുറ്റത്തുള്ള മാവ് അത് കാലം തെറ്റി പൂക്കുന്നു. നമ്മുടെ മാവ് കായ്ച്ചു, മാങ്ങ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് കാലം തെറ്റി പൂത്ത മാവാണ്. ആ മാവ് പൂക്കേണ്ട സമയം അതായിരുന്നില്ല. നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഇന്ന് എന്നും വിരുന്ന് വരാനുള്ള മയിലുകളുണ്ട്. ആ മയിൽ വന്നു സന്തോഷത്തോടു കൂടി പറയില്ലേ. മയിൽ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള കാരണം എവിടെയോ വരൾച്ച സംഭവിച്ചതിന്റെ അടയാളമാണ്. കാടിന്റെ ഉൾക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന രാജവമ്പാല പോലുള്ള വലിയ പാമ്പുകള് തണുപ്പ് തേടിക്കൊണ്ട് നാട്ടിലേക്ക് വരാനുള്ള കാരണം കാട്ടിൽ വരൾച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇത്തരത്തില് കാലാവസ്ഥയുടെ വലിയ മാറ്റങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മുടെ വീട്ടുമുറ്റത്തില് നമുക്ക് അതിരാവിലെ, ജാനുവരിയിലൊക്കെ അതിരാവിലെ അല്ലെങ്കിൽ രാത്രി ഭയങ്കര തണുപ്പാണ്. ഒരു ഉച്ചയായി കഴിഞ്ഞ് ഭയങ്കര ചൂടാണ്. എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻ ആണ്. മഴയാകുമ്പോൾ ഭയങ്കര മഴയാണ്, ചൂടാകുമ്പോൾ ഭയങ്കര ചൂടാണ്, തണുപ്പാകുമ്പോൾ ഭയങ്കര തണുപ്പാണ്. വളരെ മോഡറേറ്റ് ക്ലൈമറ്റിൽ അതിന്റെ ബാലൻസ്ഡ് ക്ലൈമറ്റിൽ പോയിരുന്ന നമ്മൾക്ക് ഇന്നെല്ലാം എക്സ്ട്രീം ആയിട്ട് മാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥ വ്യതിയാനം എന്ന വലിയ പ്രശ്നമാണ്. അതിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴി നടത്തുന്ന കാര്യം യാതൊരു സംശയമില്ല. ഗ്രെറ്റ തുൻബെർഗ് എന്ന ആ കുട്ടി തന്റെ ചെറുപ്രായത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ആ ഒരു കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള ആകുലതകളെല്ലാം പങ്കുവെച്ചത് പാരന്റ്സിനോടാണ്. അച്ഛനെയും അമ്മയെയും പറഞ്ഞു പഠിപ്പിച്ച് ഇന്ന് ലക്ഷക്കണക്കിന് കുട്ടികളും ആളുകളും ആ കുട്ടിയുടെ കൂടെ കൂടിക്കൊണ്ട് കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ ലോകരാജ്യങ്ങളുടെ സമീപനം മാറ്റണം എന്ന് പറഞ്ഞ് മുന്നോട്ടിറങ്ങാനുള്ള കാരണം നമുക്ക് ശേഷം വരാൻ പോകുന്ന തലമുറയ്ക്കല്ല, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ജനറേഷനെ പോലും ഈ കാലാവസ്ഥ വ്യതിയാനം വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഏറെയാണ്. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഫാക്ച്വറൽ ആയിട്ട് അതിന്റെ എല്ലാ ചേഞ്ചസും അതിന്റെ കെമിസ്ട്രിയും ഫിസിക്സും ജിയോഗ്രഫിയും പറഞ്ഞുകൊണ്ടുള്ള പോർഷൻ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. കാലാവസ്ഥ വ്യതിയാനം ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പൊ അടുത്ത വീഡിയോ കാണാം.